ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരെ? സുഖാണ് എല്ലാവർക്കും. അപ്പം ഞാനിന്നാ കുറേ ദിവസമായി ലൈവിൽ ഞങ്ങളോട് പറഞ്ഞു മീനച്ചാർ ഉണ്ടാക്കണം. ഇന്ന് ഏതായാലും ഞാൻ മീനച്ചാർ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നിങ്ങൾ കൂടി കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഷെമിയൻ കുട്ടീസിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കൂലെന്ന് എനിക്കറിയാം. കാരണം നമ്മളൊരു കുഞ്ഞു ചാനലാണ്, വളരണം മുന്നോട്ട് എന്ന് ഒരുപാട് ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു സങ്കടത്തിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ കഥ ഒന്നും പറയാനില്ല കേട്ടോ. ഞാൻ അൽഹംദുലില്ലാ അതുവരെ വെച്ചാൽ ജീവിക്കാം, ഇതുവരെ പട്ടണില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട് മാഷാഅല്ലാഹ്. പക്ഷേ ഒന്നും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം വരണം എന്ന് ആഗ്രഹിച്ച്, പിന്നെ നമ്മുടെ മക്കളൊക്കെ ചെറുതല്ലേ, അവരൊക്കെ വലുതാകുമ്പോൾ അവരെ പഠിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അതൊരു ഉപകാരമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മക്കളൊക്കെ വന്നത്. അപ്പം മക്കൾ മൂത്താൾ 9ൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 3ലാണ്, മൂന്നാമത്തെ ആൾ UKGയിലാണ്. അപ്പോൾ ഇവരൊക്കെ പഠിക്കണം എന്ന് നല്ല നിലയിലെത്താമെന്ന് ഏതൊരു ഉമ്മനെ പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്കൊരു ആവറേജ് എബോവ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് മറ്റാരുടെ മുന്നിലും കൈ നീട്ടാതെ നമ്മളൊരു സ്വയം പര്യാപ്തം ഉള്ളവരാണെങ്കിൽ, അപ്പോൾ ഹസ്ബൻഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. പക്ഷെ ഒരു ബിഗ് സാലറി എന്നുള്ള ഒരാളല്ല, ഒരു ആവറേജ് സാലറി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പട്ടണില്ലാതെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ദിവസം വരെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ കീഴിലാണ് ഞാനും എൻ്റെ മക്കളും വളരുന്നത് കേട്ടോ. അതൊരിക്കലും ചെറിയൊരു കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിനൊരു സപ്പോർട്ടാവണം, എന്നാലും പറ്റുന്ന പോലെ അണ്ണാറക്കണ്ണൻ തന്നാലായതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ തുടങ്ങി പാതി വഴിയിലെത്തിയ സമയത്ത് പിന്നെ ബാക്ക് പെയിൻ വന്നു. അപ്പോൾ ഡിസ്കിൽ ബൾജ് ഉണ്ടെന്ന് കണ്ടു, നട്ടലിന് ചെറിയ സിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, യാത്ര ചെയ്യാനായാലും ജോലി ചെയ്യാനായാലും ഒക്കെ. അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ വലിയൊരു സർജറി ഒക്കെ കഴിഞ്ഞു. എൻഡോമെട്രിയോസിസ് റിലേറ്റഡ് യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ 4 മാസമായി. അപ്പോൾ ഞാനിതാ കുറച്ച് നേരമൊക്കെ നടപ്പത്തൊന്നും പണിയെടുക്കാൻ പറ്റുന്നുണ്ട് ആദ്യത്തേക്കാളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മീനച്ചാർ ഉണ്ടാക്കാൻ പോണത്. ഇപ്പോൾ മീനച്ചാർ ഇത് നമ്മുടെ ട്യൂണ ഫിഷാണ്. സിൽക്ക ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും പണിയെടുക്കാൻ പറ്റിയ ഒരു ആരോഗ്യസ്ഥിതി അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മക്കളെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. രാവിലെ പെട്ടെന്ന് ചടപട നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ ഉപ്പേരി ആവുമ്പോൾ സമയത്ത് ചിലപ്പോൾ മോനെ 6:40 ഇറങ്ങണം, ഇവിടുന്ന് 7 മണിക്ക് ട്യൂഷനാണ്. അപ്പോഴേക്ക് ഓരോ ലഞ്ച് ബോക്സ് ഫില്ലാവണം. അവർക്ക് ചായയും കറിയും. പിന്നെ 5 മണിക്ക് 5:15 5:30 ആകുമ്പോൾ തുടങ്ങും അടുക്കളയിൽ. തലേന്നെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ രാവിലെ അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല. പിന്നെ അപ്പോൾ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ ഈത്തപ്പഴം ഉണക്കമുന്തിരിയും കൂടിയുള്ള അച്ചാറായിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വെളുത്തുള്ളിയൊക്കെ ചേർന്ന് നല്ലൊരു അച്ചാറായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരെപ്പോഴും കൊണ്ടുവരാൻ ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ട് ഒരു 10-15 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഇത് ഇത്രയായി. സ്കൂളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഞാനും കഴിക്കും. അപ്പോൾ ഇത് അച്ചാർന്ന് വെച്ചാണ്. ഇപ്പോൾ അച്ചാർന്ന് വെച്ചാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 20 വർഷം മുമ്പത്തെ കഥ കേട്ടോ. കല്യാണം കഴിഞ്ഞ് എനിക്ക് അച്ചാർ ആ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊരു അച്ചാറിൻ്റെ പാത്രം കൊണ്ടുവന്ന് തരുമോ. കല്യാണം കഴിഞ്ഞ പുതുക്കത്തിലല്ലേ സിൽക്ക ഒരു 500ൻ്റെ പാത്രം കൊണ്ടുവന്നു തന്നു. ഞാനത് ഒരാഴ്ച കൊണ്ട് തീർത്തു. ഒരു ചൊവ്വാഴ്ച കൊണ്ടുവന്ന് പിറ്റത്തെ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞു നിങ്ങൾ വരുമ്പോൾ അച്ചാർ കൊണ്ടുവന്ന് വെച്ച്. സിൽക്ക അങ്ങനത്തെ ഒരു മൂടലായിരുന്നു. എനിക്ക് എന്താ ചെയ്തതെന്നാണ്. അപ്പം ഉമ്മച്ചി പറഞ്ഞാൽ അങ്ങനെ അച്ചാർ തിന്നാൻ പറ്റൂല, കുറേശ്ശെ തിന്നാൽ മതി, അച്ചാർ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ്. അതിന് ശേഷം ഞാൻ കുറേശ്ശെ തിന്നു. നമ്മുടെ ആരോഗ്യമാണല്ലോ നമുക്ക് പ്രധാനം. എന്നാലും അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അച്ചാർ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ട്യൂണ ഫിഷ് ഇത് പിന്നെ വെള്ളത്തിൽ ചില ടിന്നിൽ വെള്ളമായിരിക്കും. ഈ ടിന്നിൽ പിന്നെ ഇതാണ് കേട്ടോ, എണ്ണയാണ് കേട്ടോ, ഒലീവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ കിട്ടി ഞാനും ഇത് കഴിഞ്ഞപ്പം കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയ ട്യൂണ ഫിഷ്. ഇതിൽ എണ്ണയായിരുന്നു കണ്ടോ, ഇത് എണ്ണയായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ എണ്ണയിൽ തന്നെ പാചകം ചെയ്യാം. പക്ഷെ ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത്. കാരണം നമ്മൾ അച്ചാറാണ് ഉണ്ടാക്കുന്നത്, മാക്സിമം കേട് വരാതിരിക്കുകയാണ്, പിന്നെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഇവിടെ കുട്ടികൾ പൊതുവെ പച്ചക്കറിയൊക്കെ നല്ലോണം കഴിക്കും കേട്ടോ. എല്ലാവരും ഇങ്ങനെ പറയും കുട്ടികൾ പച്ചക്കറി കഴിക്കില്ല എന്ന് പറയും. പക്ഷേ ഇവിടുത്തെ മക്കൾ പൊതുവെ പച്ചക്കറിയൊക്കെ കഴിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെറിയ കുട്ടികളായ സമയത്ത് ഒരു ഫുഡിൻ്റെ കൊടുത്ത് പച്ചക്കറി കൊടുത്ത് ശീലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പേരിയൊന്നും വെച്ചാൽ പാഴായി പോകാറില്ല. ക്യാരറ്റ്, ബീൻസ്, പയർ, കോളിഫ്ലവർ, അങ്ങനെ ക്യാബേജും ബീറ്റ്റൂട്ടും അത്ര ഇഷ്ടമല്ല കേട്ടോ.
അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ 3 പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിങ്ങനെ ഉടഞ്ഞു പോയ രീതിയിലാണ്, പീസായിട്ടല്ല. നമ്മൾ സാധാരണ ടൂണ കട്ട് ചെയ്യുന്ന അഥവാ ചൂര, സൂത എന്നൊക്കെ പറയും. പല നാട്ടിൽ പല പേരാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയണമെന്നൊക്കെ പറയണേ. അപ്പോൾ അതാണ് ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിരുന്ന് കായം തേച്ച് ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ നോക്കും. അതിന് ശേഷം അച്ചാർ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതെന്താ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് നമ്മളെ ടൂണയാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ ടൂണയാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കാശ്മീർ ചില്ലി പൗഡർ ആണ് കേട്ടോ. എന്താ ഇങ്ങനെ കുറച്ച് ഇത് കായം പിടിക്കാൻ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട്. ഇവിടെ മക്കൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ചാറായതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി കുരുമുളക് ഇട്ടിട്ട് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ സ്പൂണിന് ഈ സ്പൂണിനുള്ള ഇത് എടുത്തിട്ടുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ചേർത്താൽ മതി, ഇതിൽ കായം പിടിക്കാൻ മാത്രം. എന്നിട്ട് ആവശ്യത്തിന് ചിലപ്പോൾ ഉപ്പ് ഉണ്ടാവും, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പീസ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് പാക്ക് ചെയ്തിട്ട് ഒരു സ്മെല്ല് എനിക്കിഷ്ടമല്ല കേട്ടോ. ഈ മീൻ പാക്ക് ചെയ്ത് തന്നതിൻ്റെ സ്മെല്ല്. പൊതുവെ ഈ പച്ചമീൻ്റെ മണം എനിക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത. മീൻ മുറിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവരുത്. അപ്പം അമ്മ എന്നോട് ചോദിക്കും, ഈ നമ്പൂരിമാരെ മാതിരിയാണോ ചോദിക്കും. ജാതിനെ പറഞ്ഞോന്നല്ല കേട്ടോ. അതായത് ഒരു പിന്നെ മത്സ്യമാംസാദികളൊന്നും കഴിക്കൂലല്ലോ. അതെ, പക്ഷെ ഞാൻ നല്ല കഴിക്കും കേട്ടോ. പക്ഷെ എനിക്ക് ഈ പച്ച മീൻ മുറിക്കുന്ന സമയത്ത്, അതുപോലെ ഇങ്ങനെ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കൊരു അസ്വസ്ഥത എന്താണെന്നില്ല. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇങ്ങനെ നമ്മളൊരു അരമണിക്കൂർ ഇത് വെച്ചതിന് ശേഷം ആ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ അത് ചെയ്യാം കേട്ടോ. കുറേ കാലം ഞാനൊരു മീനച്ചാർ ഇടുന്നതാണ്. കുറേ മുന്നിട്ട് ചെമ്മീൻ്റെ അച്ചാർ, സൂതൻ്റെ അച്ചാർ, ബീഫ് അച്ചാർ, ഇതൊക്കെ ഞാൻ ഇടയിൽ. എനിക്കൊരു അച്ചാർ ബിസിനസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം മുന്നേ. മോൾക്ക് ഒരു വയസ്സൊക്കെ ആയ സമയത്ത്, മോൾക്ക് 8 വയസ്സായി, ഒരു 7 വർഷം മുന്നേ എനിക്ക് സാം പിക്കിൾസ് എന്നതിന് എൻ്റെ പേര്. ഞാൻ വളരെ ആഗ്രഹിച്ച് തുടങ്ങിയൊരു സംരംഭമായിരുന്നു അത്. അത്യാവശ്യം നന്നായി വിജയിച്ചു വന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് പിന്നെ മോനെ പ്രഗ്നൻ്റ് ആയത്. പ്രഗ്നൻസി വിഭവസമൃദ്ധമായ സദ്യ പോലെ വളരെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അച്ചാർ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഒരുപാട് പരിഹാസം കേട്ടു ആ സമയത്ത് എനിക്ക്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാനതിന് തയ്യാറായല്ലോ, ഞാനത് ചെയ്തല്ലോ. ചെയ്യാതിരിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണല്ലോ ചെയ്ത് പരാജയപ്പെടുക എന്നുള്ളത്. കാരണം അതൊരു നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ നമ്മുടെ ജീവിതത്തിൽ. അതൊരു അനുഭവമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നമ്മളന്ന് ചെയ്യേണ്ടി വന്നു, എങ്ങനെയൊക്കെ ചെയ്യണം. പല പരാജയങ്ങളും നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ കൂടിയാണ്. അങ്ങനെ കുറേ ഗുണപാഠമായിരുന്നു എനിക്ക് ആ ഒരു. ഞാനൊരു കേക്ക് ബിസിനസ് തുടങ്ങി, അച്ചാർ ബിസിനസ് തുടങ്ങി. ഒരുപാട് പരിഹാസം കേട്ടിട്ടുണ്ട്, ഒരുപാട് പരിഹാസം കേട്ടിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്ന് ചിരിയോടുകൂടി നേരിട്ട്. അതൊക്കെ അതിൻ്റെ ജീവിതത്തിൻ്റെ എനിക്കെപ്പോഴും എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് പഠിക്കുന്നത് എന്താ വെച്ചാൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ക്ലാസ് കഴിയാനായി അടുത്ത 29-ന് സെറിമണിയാണ്. പോകണം, സർട്ടിഫിക്കറ്റ് വാങ്ങണം, സാറിൻ്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തൗഫീഖ് ചെയ്താൽ നടക്കും. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോവാണ്. നമ്മളിതാ നല്ലെണ്ണ കേട്ടോ ഞാൻ എടുത്തത്. നല്ലെണ്ണ എടുത്തിട്ട് ഈ എണ്ണ തന്നെ നമ്മൾ കൊണ്ടും
മീൻ നമ്മൾ ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. ഇതാ കുറേ മൊരിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം വെന്തിട്ടുണ്ട് മീൻ. മീനിൻ്റെ അച്ചാറായതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ചിട്ടോ, ബാക്കി നമ്മൾ അച്ചാർ പൊടി ചേർക്കുന്നുണ്ടല്ലോ. പക്ഷെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കടുക്, അതിലേക്ക് കുറച്ച് ഉലുവ വറുത്താൽ ഉലുവയും കടും പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് കറിവേപ്പില ചേർത്തെടുക്കാം. ചെറുതായിട്ട് ചതച്ച് വെച്ചതൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ബീഫ് അച്ചാറായാലും മീനച്ചാറായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറിലും വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ഉണ്ട് അവിടെ അതിലെടുത്ത് കഴിക്കാൻ. അതുകൊണ്ട് ഒരുപാട് ഞാൻ ചതച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. ഇത് മൂപ്പായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാശ്മീർ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മക്കൾക്ക് അധികം എരിവ് പറ്റൂല. എരിവിന് ആവശ്യത്തിന് ഞാൻ കുരുമുളകും പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക്, പിന്നെ നമ്മുടെ അച്ചാർ പൊടി നേരത്തെ പൊടിച്ചിച്ചാണ്, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ്. ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. സിമ്മാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. കായപ്പൊടി ഏകദേശം 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മണം. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാം കേട്ടോ. അത് കുറേ ദിവസം വെച്ചുകൊണ്ടിരിക്കുന്നു വേണ്ട. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഞാൻ മക്കൾക്ക് കൊടുത്തു നോക്കണില്ല ഏതാണ്, കാരണം ഒന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. മണം സഹിക്കാൻ കഴിയില്ല മക്കളെ. ഞാൻ അതുകൊണ്ട് ഇത്തിരി കഴിച്ചു നോക്കട്ടെ. അപാര ടേസ്റ്റ്. വായിൽ കപ്പൽ പിടിക്കാനുള്ള വെള്ളമുണ്ട്. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കട്ടോ. അത് ശരി കായത്തിനാണ്, ഇത്തിരി ലൂസാകാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ചോറ് തിന്നാൻ ഈ അച്ചാർ മാത്രം മതി കേട്ടോ. കറിയൊന്നും നിർബന്ധമില്ലാത്തവർക്ക് കേട്ടോ. അച്ചാർ ഭ്രാന്തികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ടേസ്റ്റ് നോക്കി തീരുവാവോ. അങ്ങനെ ടേസ്റ്റ് നോക്കളെ, അടിപൊളിയാണ്. അപ്പോൾ ഇതങ്ങനെ ട്യൂണ ഫിഷ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അവരോടും കൂടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. എന്താ അപ്പം നമ്മുടെ മീനച്ചാർ സെറ്റായി. ക്രിസ്റ്റേപ്പിൻ്റെ കൊതി നിൽക്കണില്ല കേട്ടോ. മോശമാണെന്നൊക്കെ അറിയാം, പക്ഷേ എന്ത് മോശമല്ലേ, നമ്മളുണ്ടാക്കി നമ്മൾ തിന്നണേ നമുക്ക് അഭിമാനമല്ല വേണ്ട. അപ്പോൾ തൊള്ളിയിൽ കപ്പല പിടിക്കാനുള്ള വെള്ളമുണ്ട്. എന്ത് രസമാണ്, കുറച്ച് ഓവറല്ലേ എന്നൊക്കെ തോന്നും. അപാര ടേസ്റ്റാണ് മക്കളെ. ഞാൻ ഇത്തിരി ചോറും കൂട്ടി തിന്നു നോക്കട്ടെ. എന്നാൽ നാളെ മുതൽ കറി ഉണ്ടാക്കണ്ടല്ലോ.
ഇത്ര രസം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെയായിരുന്നു. അപാരട്ടും നല്ല ടേസ്റ്റ്. ടിന്നിലുള്ള മീൻ ഇവിടെ അച്ചാറുണ്ടാക്കും. ടിന്നിലുള്ള മീനോട് അച്ചാറുണ്ടാക്കണം. ഇത്ര നന്നാവോ, കുട്ടികൾ കഴിക്കുമോ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഉമ്മ എന്നെ നിന്ന് തീർക്കുന്ന തോന്നുന്നത്. ഞാൻ പണ്ടേ അച്ചാറിനോട് ചെയ്യാം, എൻ്റെ കുട്ടിയൊക്കെ അത് കിട്ടിയാൽ മതിയെന്നു. സത്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അപാര ടേസ്റ്റ് ആട്ടോ. ഇനി നിങ്ങൾ പാക്കഡ് ആയിട്ടുള്ള ട്യൂണ ഫിഷ് കിട്ടുമെങ്കിൽ അങ്ങനെ നോക്കണം. ഇത് അപാര ടേസ്റ്റഡാ, നല്ല രസമുണ്ട്. എനിക്ക് ഇനി ഒന്നും വേണ്ട, ചോറ് നാളെ മുതൽ കറി ഉണ്ടാക്കണ്ട, ഈ അച്ചാറ് മതി. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതാണ് പറയില്ല കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനൽ കണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുള്ളൂ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അച്ചാർ മാത്രം തിന്നാൻ തോന്നുന്നു. അതിങ്ങനെ അലിയിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര രസം. നമ്മളെ മിഠായും ലഡു തിന്നാൽ തിന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം. വീഡിയോ മുഴുവനായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂട്ട് നിൽക്കാനൊന്നും മറക്കരുത് പ്ലീസ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വരുന്നതുകൊണ്ട് കാണാം. അസ്സലാമു അലൈക്കും.